ആരോ എന്തോ രാഗം തിയേറ്ററിന്റെ കാര്യം ചോദിച്ചല്ലോ, എന്താ ചോദിച്ചേ? അല്ല, അത് അവിടെ അവിടെ ഓപ്പൺ ആയോ? അല്ല, രാഗത്തില് ബുക്കിംഗ് ഓപ്പൺ ആയോന്ന് ചോദിച്ചതാ ചേട്ടാ. അത് രാവിലത്തെ ഷോ അവിടെ ഇല്ലല്ലോ, മോനെ 12:15 തൊട്ടാണെന്ന് മോനെ പറഞ്ഞു. ഇതെന്താണെന്നറിയോ? നമ്മള് ഈ രാഗം തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററിന്റെ ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കാരണം അവരുടെ ഒരു നല്ല തിയേറ്റർ ആയതുകൊണ്ട് അവർക്ക് എപ്പോഴും അവര് പറയുന്ന കേട്ട് സിനിമകൾ കൊടുക്കുന്ന ആൾക്കാരെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. ഓക്കെ. നമുക്ക് അവരെ അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. സാധാരണ ആൾക്കാരോടുള്ള ഇഷ്ടമുള്ളൂ. സാധാരണ ആൾക്കാരോടുള്ള ഇഷ്ടമേ എനിക്കുള്ളൂ. സൂപ്പർ സൂപ്പർ. അപ്പോ അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അവര് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഫാൻസുകാർക്ക് സിനിമ കളിക്കണ്ടാന്ന്. അവരെ അങ്ങോട്ട് കേട്ടില്ല, കളിക്കില്ല. അപ്പൊ ഞങ്ങൾ ഫാൻസിന് പടം കളിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മൾ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, ഇനിയും ഫാൻസ് ഷോ ചോദിക്കണ്ടാന്ന്. 10:45 ഷോ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വേറെ ഇട്ടു, 75 രൂപ ലാഭത്തിന് ഫസ്റ്റ് ഡേ ടിക്കറ്റ് കൊടുക്കാൻ പോകുന്നത്. അതെ. അപ്പൊ നമ്മൾ അവർക്ക് ഒരു 10 ലക്ഷം എനിക്ക് അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആ, അത് ഞാൻ തിരിച്ചയച്ചു കൊടുത്തു. അപ്പൊ ഓ, അവര് പറഞ്ഞു അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, "നീ കളിച്ചോളൂ, നമ്മള് ലോകം മൊത്തം ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഈ ലോകം മൊത്തം ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പൊ അമേരിക്കയിലുള്ളവർ കേൾക്കാൻ വേണ്ടി പറയാം, അമേരിക്കയിൽ ബിസിനസ് ചെയ്യാൻ ഞങ്ങൾക്ക് ചെറിയ ജോലിയേ ഉള്ളൂ. രാഗം തിയേറ്റർ പോലൊരു സ്ഥലത്ത് അതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല ഇല്ല ഒരിക്കലും. അതിന് നമുക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ട് അത്രയും നല്ല തിയേറ്ററിൽ കളിച്ചില്ലെങ്കിൽ കളിക്കണ്ടെന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. ഞാൻ പണ്ട് എന്നെ കൺട്രോൾ ചെയ്യാൻ വന്നു ഈ ലിബർട്ടി ബഷീർ. അന്ന് ഞാൻ ഇത് 5 വർഷം പടം കളിച്ചിട്ടില്ല. നമ്മളങ്ങനെ കുറച്ച് അത്യാവശ്യം യുദ്ധം ചെയ്ത് ജീവിച്ചു വന്ന ആളാണ്. അപ്പോ ഇല്ല, അത് കഴിഞ്ഞ നമ്മളോട് വർഷം മാറ്റി പറഞ്ഞല്ലോ. മോനെ ഇത് എന്താണെന്നറിയോ, ഇപ്പൊ ഞാൻ തിയേറ്റർ നടത്തുന്ന ഒരാൾക്ക് എനിക്ക് സിനിമ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്നാലാണല്ലോ എന്റെ തിയേറ്ററിൽ ഒരു ഇൻകം ഉണ്ടാവുള്ളൂ. അതെ അപ്പൊ സിനിമ എടുക്കുന്ന ആൾക്കാരോട് ബഹുമാനം കാണിച്ച് ഞാനത് വാങ്ങിച്ചെടുക്കുന്ന ആളാണ്. അതെ. അപ്പൊ എന്റെ സിനിമ കളിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. നല്ല സൗഹൃദത്തിൽ പോകുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ രാഗം തിയേറ്ററിൽ നമ്മൾ പടം കളിക്കുന്നുണ്ട്. അവർക്ക് ഏതൊക്കെ ഷോ വേണോ അത് മാത്രം വെച്ചാൽ മതി. നമുക്ക് ഇത്ര ഷോ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് താല്പര്യമുള്ള ഷോ കളിച്ച സിനിമ നല്ലതും ചീത്തയും ഒക്കെ ഈ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട്. ഞാൻ എടുത്ത സിനിമകളും നല്ലതും നമുക്ക് ഇഷ്ടപ്പെടാത്തതുമായ, ജനത്തിന് ഇഷ്ടപ്പെടാത്തതുമായ സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ലോകത്തിന്റെ അവസാനമല്ലല്ലോ. വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. വീണ്ടും നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യും. അപ്പൊ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഫാൻസ് ആയാലും അങ്ങനെ തന്നെയല്ലേ. അത്രേ ഈ ഉള്ളൂ. ഫാൻസ് അസോസിയേഷൻ, ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് സംസാരിക്കുന്നവർക്ക് നിങ്ങളുടെ മനസ്സിലുള്ളതിനെ അത്യാവശ്യം സന്തോഷപ്പെടുത്തുന്ന പോലെ നമ്മുടെ ഭാഗത്ത് പ്രവൃത്തി ഉണ്ടായാൽ മാത്രമല്ലേ നിങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് സംസാരിക്കുള്ളൂ. അതെ 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 നിങ്ങളെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന പോലെ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ സ്നേഹവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണല്ലോ. അപ്പോൾ അതും തിരിച്ചറിഞ്ഞാണല്ലോ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഫാൻസ് എന്ന് പറയുന്നതിന് അത്യാവശ്യം പ്രാധാന്യം ഞാൻ കൊടുക്കുന്ന ഒരാളാണ്. സൂപ്പർ കേട്ടോ, സൂപ്പർ. അത് ഏത് സ്ഥലത്തായിരുന്നാലും ശരിയാ, ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 100% നമ്മൾ അതിന്റെ കൂടെ യാത്ര ചെയ്യും. കാരണം ഞാൻ ഇത്രയും വർഷം വർക്ക് ചെയ്ത് ഇത്രയും സിനിമകളൊക്കെ എടുത്ത് വന്നപ്പോ എനിക്ക് അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്. അതിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാനത് ചെറുതായി കണ്ടിട്ടില്ല. അത് കാലങ്ങൾ മാറിയപ്പോൾ അതിന്റെ രീതികൾ മാറി. ആ രീതികളെ 100% ഇഷ്ടമാണെന്ന് വെച്ചാൽ 100% ഇഷ്ടമല്ല. പക്ഷേ അതുകൊണ്ട് നമുക്ക് സ്നേഹമില്ലാതാകാൻ പാടില്ല. ഓരോരുത്തരും ഓരോ രീതിയല്ലേ. ഫാൻസിന് നമ്മുടെ ഇഷ്ടത്തിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം അത് വേറെ പല സ്വഭാവമുള്ള ആൾക്കാരല്ലേ അതിൽ വരുന്നത്. അതെ 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 അതെ. നമ്മളൊക്കെ അതിന്റെ കൂടെ പോകാനേ പറ്റുള്ളൂ. ഞാൻ എല്ലാ കാലത്തും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചെയ്തിട്ടുണ്ട്. അവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത്, ഇതിപ്പോ അമേരിക്കയിൽ ഒരു കമ്പനി ആയാൽ പോലും നമ്മൾ ഫർദർ സഹകരിക്കില്ല. അതിനകത്ത് വരുന്ന ലോസിനെ ജീവിതത്തിൽ എടുത്ത് ശീലിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എന്റെ ജീവിതത്തിൽ മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇത്രയും ഓപ്പൺ ആയ അങ്ങനെയല്ലേ കാര്യം. ചെയ്യേണ്ടത്. കാര്യം എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാ സ്ഥലത്തും അങ്ങനെയല്ലേ. കാര്യം ഇത് നമ്മള് ലാൽ സാറിന് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ നിങ്ങളും നമ്മളും ഒക്കെ ഇതിന്റെ പുറകെ ഇത്രയും സംസാരിക്കുകയും ഈ ഒരു അസോസിയേഷൻ ഉണ്ടാവുന്നതൊക്കെ മോഹൻലാൽ സാർ എന്ന ആളപ്പുറത്തുള്ളത് കൊണ്ടല്ലേ. അതെ അത് നമ്മളെല്ലാവരുടെ ഒരു ഇഷ്ടമാണ്. ആ ഇഷ്ടമെന്ന് പറയുന്നതിനെ നമ്മൾ ബഹുമാനിക്കണം. ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. നമ്മളെല്ലാരും.
അതെ, അത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞത്. അത് മാത്രമേ ഉള്ളൂ. കാര്യം എനിക്ക് നമുക്ക് അവരോട് പരാതിയൊന്നുമില്ല. അല്ല ചേട്ടാ, അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തത് നന്നായി. കുറെ പേർക്ക് പല ഡൗട്ട്സും ഉണ്ട്. അപ്പൊ അതൊരു ക്ലാരിറ്റി ആന്റണി ചേട്ടന്റെ സൈഡിൽ ഒന്നുമില്ല തന്നെ മോനെ, അതാണ്. മോനെ ഫാൻസ് എന്ന് പറയുന്നവർക്ക് എല്ലാ കേരളത്തിൽ പ്രത്യേകിച്ചും അവരതിന് വെയിറ്റ് ചെയ്യാണല്ലോ. അതെ. അപ്പൊ അതിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു തിയേറ്റർ. പിന്നെ ഇവരെന്താ ചെയ്യുന്നത്? റിസർവേഷൻ ചാർജ് കൊടുത്താലേ ടിക്കറ്റ് കൊടുക്കുള്ളൂ. എന്ത് തെറ്റാണ് ഉം. അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? എത്ര പൈസ വീണ്ടും അതിനകത്ത് 10 രൂപ കൂടി 15 രൂപ കൂടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാവം പിടിച്ച സത്യം പിള്ളേരോട് സത്യം ചേർന്ന് കാശ് വാങ്ങിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അവരോട് പറയുന്നു, നിങ്ങൾ ആ ടിക്കറ്റ് അവർക്ക് കൊടുക്കൂ റിസർവേഷൻ ഇല്ലാതെ എന്ന് നമ്മൾ പറയുമ്പോൾ അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ ഷോ വേണ്ടെന്ന് പറയാനല്ലേ പറ്റുള്ളൂ. ഇത് ആ. നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്താലേ ലോകത്ത് ഒരിടത്തും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷെ ലോഡ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റും. അതെ. മനസ്സിലായില്ലേ? അങ്ങനെയാണല്ലോ അത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് മതി എന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് തീരുമാനിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തീരുമാനവും പിന്നെ പറ്റില്ല. പിന്നെ അവർക്കുള്ള ഇഷ്ടത്തിനാണ്. അപ്പൊ ഇതൊരു സ്നേഹത്തിലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏത് തിയേറ്റർ ആയാലും എനിക്ക് തിയേറ്റേഴ്സിൽ ഞാൻ പടം കളിക്കുമ്പോൾ എനിക്ക് സിനിമ തരുന്ന ആൾക്കാരോട്, ആ പ്രൊഡ്യൂസേഴ്സിനോട്, ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് എനിക്ക് സ്നേഹം കാണിച്ചേ പറ്റൂ. കാരണം എനിക്ക് വീണ്ടും അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ തിയേറ്റർ പണിതിടുന്നേ. അപ്പൊ അതുകൊണ്ട് അതാണ് അതിനകത്ത് ഇത് വളരെ ചെറിയ കാര്യമുള്ള അവർ ഷോ കളിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ചേട്ടാ നമുക്കിപ്പോ കളിക്കുന്നുണ്ട് കേരളത്തിൽ കളിക്കുന്നുണ്ട്